ആലപ്പുഴ വാടാപ്പുഴി പാലം വാടക്കൽ പ്രദേശത്തെ ഈ നഗരത്തിലെ തീരദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പാലമാണ്. പക്ഷെ പാലം പൂർത്തിയായതിനു ശേഷവും ഒരു സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിനനുസൃതമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രതിസന്ധികളുണ്ടായി. പക്ഷെ ഇപ്പോഴും ആ സ്വകാര്യ വ്യക്തി അയാളുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം അത് സംരക്ഷിച്ച് ഈ റോഡ് ഗതാഗതം അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനാൽ ഒരു തരത്തിലും ആ കെട്ടിടത്തിന് ബാധിക്കാത്ത തരത്തിൽ നമുക്ക് ആ റോഡ് ഗതാഗതം അപകടകരമല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം ആ പ്രദേശവാസികൾക്കുമില്ല, പൊതുപ്രവർത്തകനായ എനിക്കുമില്ല എന്നുള്ളത് തുറന്നു പറയട്ടെ. ആലപ്പുഴ വാടാപ്പുഴി പാലം വാടക്കൽ പ്രദേശത്തെ ഈ നഗരത്തിലെ തീരദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പാലമാണ്. ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത് അന്ന്, അതായത് 2000-2005 കാലഘട്ടത്തിൽ MP ആയിരുന്ന ശ്രീ VM സുധീരന്റെ ആഗ്രഹമായിരുന്നു. തീരദേശത്തെ ഈ പാലം തീരപ്രദേശത്തെ ജനങ്ങളുടെ ഗതാഗത സഞ്ചാരം ആ സഞ്ചാരത്തിന് ഉപകരിക്കുന്ന അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും, മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാത്തപ്പോഴും യാത്രകൾക്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒരു യാത്രാമാർഗമായിരുന്നു വാടാപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം. ആ പാലം 2010 ഞാൻ MLA ആയിരിക്കുമ്പോൾ, അതിനു മുമ്പ് MLA ആയിരുന്ന KC വേണുഗോപാൽ തുടങ്ങി വെച്ച ചില പരിശ്രമങ്ങൾ ആ പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ പാലം ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ ആവശ്യമായ പണം അനുവദിപ്പിച്ച് തറക്കല്ല് ഇടുന്ന നടപടി ആരംഭിച്ചത് ഞാൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ആ പാലത്തിന്റെ തറക്കല്ലിട്ടു. അതിനുശേഷം പണി ആരംഭിച്ചു. പണി പൂർത്തിയായി മുന്നോട്ട് പോയി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം എന്റെ സാന്നിധ്യത്തിൽ തന്നെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന അമ്പലപ്പുഴയുടെ MLA ആയിരുന്ന ശ്രീ G സുധാകരൻ അത് ഉദ്ഘാടനം ചെയ്യിച്ചു. ഞാനും ശ്രീ KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ അന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷെ പാലം പൂർത്തിയായതിനു ശേഷവും ഒരു സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിനനുസൃതമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധി ബോധപൂർവം ഒരു ടൂറിസം റിസോർട്ട് എന്ന സ്ഥാപിത താല്പര്യം, അതിന് മുന്നിലൂടെ റോഡ് പോകാൻ പാടില്ല എന്ന ചിലരുടെ നിലപാട്, കർക്കശമായി അതിനെതിരെ ജനങ്ങൾ സ്വീകരിച്ച ഒരു സമരമാർഗം, ഇതെല്ലാം കണ്ട് ജനതയാണ് നമുക്ക് ആ പ്രദേശത്ത് കാണാൻ കഴിയും. മാത്രമല്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. റോഡിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ സർക്കാർ തയ്യാറാകാതെ വന്ന ഘട്ടം. അവസാനം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുമ്പോൾ ആ റോഡിന് സ്ഥലം ഏറ്റെടുക്കാനും ആവശ്യമായ സംരക്ഷണ ഭിത്തി കെട്ടി ആ റോഡും ആ തോടും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ KM മാണി സാറിൽ നിന്ന് ഞാൻ DCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ, മുൻ MLA എന്ന നിലയിൽ ഇടപെട്ട് 60 ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും അതിനെ തുടർന്ന് അതിന്റെ നടപടികൾ ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ നടപടി ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോഴും സംരക്ഷണ ഭിത്തി കെട്ടാനുള്ള നടപടികൾ എടുക്കുമ്പോഴും ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് ബോധപൂർവം തടസ്സപ്പെടുത്തുന്ന ചില ഏർപ്പാടുകളാണ് ചില സ്വകാര്യ വ്യക്തികൾ അവിടെ നടത്തിയത്. അവർക്ക് അവരുടെ കയ്യേറ്റ ഭൂമിയെ സംരക്ഷിക്കാൻ, അവർക്ക് ഉടമസ്ഥാവകാശമില്ലാത്ത സ്ഥലത്തെ അവരുടേതാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു.
അതിനെതിരെ ആ പ്രദേശവാസികൾ നിരവധി ദിവസം പന്തൽ കെട്ടി കഞ്ഞിവെപ്പ് സമരം ആ പന്തലിൽ നടത്തിയത്, ആ പാലത്തിൽ, നിർമ്മാണം പൂർത്തിയായ പാലത്തിൽ നടത്തിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം ആ പന്തലിൽ പോയി അവരോടൊപ്പം ആ സമരത്തിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ ചില സ്വകാര്യ വ്യക്തികൾ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ കാലാന്തരത്തിൽ ഒരുപാട് പോരാട്ടം ജനങ്ങൾ നടത്തി. അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണച്ച് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ വാടാപ്പുഴി പാലം അതിലെ ആ പ്രദേശവാസികൾ ആഗ്രഹിച്ചതുപോലെ വാടാപ്പുഴി പാലം ഇപ്പോൾ യാഥാർത്ഥ്യമായ സഞ്ചാരത്തിന്റെ തടസ്സങ്ങൾ നീക്കി ഗതാഗത യോഗ്യമാകുന്ന റോഡ് ഉൾപ്പെടെ വരാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുകയാണ്. ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന, തെക്കോട്ട് പോകുന്ന യാത്രികർ നേരെ മത്സ്യഗന്ധി ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവർക്ക് പുന്നപ്പുഴയിലേക്ക് പോകാനും വണ്ടാനത്തേക്ക് പോകാനും, അതല്ല ഹൈവേയിലൂടെ കടന്ന് ദീർഘദൂര യാത്രയ്ക്ക് പോകാനും കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു വന്നിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ സ്വകാര്യ വ്യക്തി അയാളുടെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം അത് സംരക്ഷിച്ച് ഈ റോഡ് ഗതാഗതം അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനാൽ ഒരു തരത്തിലും ആ കെട്ടിടത്തിനെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് ആ റോഡ് ഗതാഗതം കൃത്യമായും എന്താ പറയുക അപകടകരമല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം ആ പ്രദേശവാസികൾക്കുമില്ല. പൊതുപ്രവർത്തകരായ ജനപ്രതിനിധികളായിരുന്ന പൊതുപ്രവർത്തകനായ എനിക്കുമില്ല എന്നുള്ളത് തുറന്നു പറയട്ടെ. അതിന് ഇപ്പോൾ അത്തരം ആളുകൾ ഇതിന്റെ സംഘാടകരായി വരികയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ആ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആക്ഷേപവും ആ പ്രദേശത്തുണ്ട്. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനങ്ങൾക്ക്, തീരദേശവാസികളായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന റോഡും പാലവും അത് ഇപ്പോഴും മന്യം ആണ് എന്ന തരത്തിലേക്ക് ചിലരുടെ പ്രവർത്തനം മൂലം ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഗവൺമെന്റ് ഒഴിവാക്കേണ്ടതാണ്. അടിയന്തരമായി മത്സ്യഗന്ധി മുതൽ വടക്കോട്ട് വരുന്നവർക്ക് ഈ പാലം കയറി ESI ജംഗ്ഷനിൽ വന്ന് ആ ബൈപ്പാസിലേക്ക് പോകാനും, അതല്ല നഗരത്തിലേക്ക് പോകാനും, മറ്റു ആവശ്യങ്ങൾക്ക് ദീർഘദൂര യാത്രയ്ക്കും ഉപകരിക്കുന്ന ഒരു സഞ്ചാരപഥമായി ഈ പാലം പൂർത്തിയായതിനു ശേഷം കഴിഞ്ഞ 14 വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ കിടക്കുന്ന ഈ ദുഃഖകരമായ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അടിയന്തര നടപടികൾ വേണം. നമ്മുടെ വികസന കാര്യങ്ങളിൽ ശാന്തമായ പരിശ്രമം നടത്തുക മാത്രമല്ല, ഞങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന സർക്കാർ ഈ കാലം അത്രയും കഴിഞ്ഞ 8.25 വർഷക്കാലം നടത്തിയ അനാസ്ഥ അല്ലെങ്കിൽ അവർ നടത്തിയ പ്രവർത്തനം ഏത് രൂപത്തിലാണ് എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഗൗരവതരമായി ഈ വിഷയത്തെ കണ്ട് അത് പരിഹരിക്കാൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ മാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഈ മണ്ഡലങ്ങളില്, അതായത് ആലപ്പുഴയുടെയും നമ്മുടെ അമ്പലപ്പുഴയുടെയും തീരദേശത്ത് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡും പാലവും അത് കൃത്യമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തക്കവണ്ണം അത് ലഭ്യമാക്കണമെന്നുള്ളതാണ് ഈ തീരദേശവാസികളുടെ ആവശ്യം. അതിലേക്ക് വരണം. അല്ലാത്ത പക്ഷം ഇനിയും വർഷങ്ങൾ നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായാൽ ഈ കെട്ട കാലത്തെ ഒരിക്കലും ജനങ്ങളും വരും തലമുറയും മറക്കില്ല. അത് നമ്മുടെ നാടിന്റെ വലിയ ദുര്യോഗമായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ വർഷങ്ങളായി പണി പൂർത്തിയാക്കി ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്ന വാടാപ്പുഴി പാലവും അതിനനുബന്ധമായ മത്സ്യഗന്ധി റോഡും കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ വരണമെന്നാണ് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത്.